കേരളത്തിൻ്റെ സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്ന അതീവ ഗൗരവപൂർണമായ സാഹചര്യത്തെ ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കുന്നതിനും കേരളത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും RSSും പോലീസുമൊക്കെയായി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷാധിഷ്ഠിതമായ പ്രവർത്തനങ്ങളെ ജനസമക്ഷം വിശദീകരിക്കുന്നതോടൊപ്പം അതിനെതിരായ ജനകീയ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ജനകീയ പ്രതിരോധ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ജനാധിപത്യ കേരളത്തിന്, മതനിരപേക്ഷ കേരളത്തിന് ഞെട്ടലുളവാക്കുന്ന സംഭവങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഞെട്ട്. പക്ഷേ ഇതെല്ലാം ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പത്രക്കാർ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ഹ ഹ ഹ എന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കുക. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രബുദ്ധ കേരളത്തെ പരിഹസിച്ച് കൊച്ചാക്കി തള്ളാൻ CPM-ഉം കേരള മുഖ്യമന്ത്രിയും തീരുമാനിച്ചാൽ അതിന് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് വെൽഫെയർ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്. രാജ്യം RSS നേതൃത്വം കൊടുക്കുന്ന വംശീയ ഭരണകൂടത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. തീർച്ചയായും അത് ഇന്ത്യയിൽ രൂപം കൊണ്ടുവന്ന ഇന്ത്യ മുന്നണി എന്ന വിശാലമായ ജനകീയ മുന്നേറ്റത്തിലൂടെ ഒരു വലിയ ചുവടുവെപ്പ് രാജ്യത്ത് രൂപപ്പെട്ടു വന്നു. 400+ സീറ്റ് ലഭ്യമാക്കിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടന തിരുത്തി ഹിന്ദുത്വ രാഷ്ട്രത്തിന് തുടക്കം കുറിക്കണമെന്ന് ആഗ്രഹിച്ച RSSും BJPയും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു. ഇന്ത്യൻ ജനത ഒരുമിച്ച് നിന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ താൽക്കാലികമായി സാധിച്ചു. സമ്പൂർണമായ വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിലും ഒരു ജനകീയ മുന്നേറ്റത്തിലൂടെ സംഘപരിവാറിനെ എന്നേക്കുമായി അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടുകൂടെ ഇന്ത്യൻ ജനത വീണ്ടും മുന്നോട്ടു പോകുന്ന സാഹചര്യമാണ്. ഈ ഘട്ടം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ നിലപാട് സ്വീകരിക്കുകയും രാഷ്ട്രീയവും സാമൂഹികവുമായ ഇടപെടലുകളിലൂടെ ജനാധിപത്യത്തിന്റെയും സൗഹൃദത്തിന്റെയുമായ അന്തരീക്ഷത്തെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നിടത്താണ് ഇന്ത്യയിൽ കേരളം സവിശേഷമായി മുന്നോട്ട് പോയത്. RSS എന്ന് പറയുന്ന വംശീയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങളെയും പല രീതിയിൽ വരുതിയിലാക്കുകയും അധികാരമില്ലാത്തിടങ്ങളിൽ ഡീപ് സ്റ്റേറ്റ് സംവിധാനത്തിലൂടെ ഭരണകൂടത്തിന്റെ സകല സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കേരളത്തിൽ രാഷ്ട്രീയ സ്വാധീനം അധികാര മേഖലയിൽ ഏറെ കുറവാണ് RSSനുള്ളത്, BJPക്കുള്ളത്. പക്ഷേ
കഴിഞ്ഞ കുറെ വർഷങ്ങളായി, പ്രത്യേകിച്ചും 2016 പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന CPM-ന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതു മുതൽ കേരളത്തിന്റെ പോലീസ് സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നത് RSS ആണ്. 2016 മുതൽ വെൽഫെയർ പാർട്ടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്താണ് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നിയന്ത്രണം വിട്ട് ഇടതുപക്ഷത്തിന്റെ MLA PV അൻവർ ഇത്തരം കുറെ പ്രഖ്യാപനങ്ങളുമായി വന്നത്. 2016 മുതൽ വെൽഫെയർ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന RSS-ന്റെ പദ്ധതിയെ കുറിച്ച് കേരളത്തിന്റെ പോലീസ് സംവിധാനങ്ങളിലും ഭരണകൂട മേഖലയിലുമൊക്കെ ഡീപ് സ്റ്റേറ്റ് സ്വഭാവത്തിൽ RSS നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിനെ കുറിച്ച് ഇപ്പോൾ ഭരണപക്ഷ MLA-യും പറയുകയാണ്. എപ്പോഴും RSS വെടിമറിക്കുക പോലീസ് സംവിധാനങ്ങളിലാണ്. മറ്റൊരു സംവിധാനവും ആവശ്യമില്ലാത്തവരാണ് അവർ. ഭക്ഷ്യവകുപ്പ് അവരുടെ വിഷയമല്ല. കാരണം ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് ഉണ്ടോ എന്നത് RSS-ന്റെ വിഷയമല്ല. തൊഴിൽ മേഖല അവരുടെ പ്രശ്നമല്ല. തൊഴിലില്ലായ്മയും തൊഴിൽ പ്രശ്നത്തിന്റെ പരിഹാരവും BJP-യുടെ വിഷയമല്ല. അവർക്കാകപ്പാടെ വേണ്ടത് പോലീസ് ഭരണവും അതുമായി ബന്ധപ്പെട്ട സംവിധാനവുമാണ്. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, ഇന്ത്യയിൽ RSS-ന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയിൽ സൈനിക സംവിധാനങ്ങളിലൂടെ പോലീസ് സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെയും ദളിതുകളെയും പിന്നോക്ക ജനവിഭാഗങ്ങളെയും ജയിലിലടക്കുകയും കൊന്നൊടുക്കുകയും കൃത്രിമമായ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിലൂടെ പലരെയും ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ് RSS-ന്റെ രീതി. അവര് ബുൾഡോസറുകളുമായി വരും. അവർ പലരെയും ഇല്ലാതാക്കാൻ വേണ്ടി നിരവധിയായ നിയമങ്ങൾ നിർമ്മിച്ച് പലരെയും ജയിലിലടക്കും, FIR ഉണ്ടാക്കും, കൃത്രിമമായ പലതും സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളിൽ RSS-ന് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ അവർ ഭരിക്കാൻ ആഗ്രഹിക്കുക എപ്പോഴും പോലീസ് സംവിധാനത്തെയാണ്. ആ സ്വഭാവത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വകുപ്പിനെ തന്നെ സമ്പൂർണമായി ഏറ്റെടുത്തുകൊണ്ടാണ് RSS മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രഖ്യാപിക്കുന്നത് വെൽഫെയർ പാർട്ടി മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ MLA ഉൾപ്പെടെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ രണ്ടാം കക്ഷി എന്ന് പറയാവുന്ന CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബിനോയ് വിശ്വത്തിനും CPI-ക്കും എന്തെങ്കിലും വില ഇടതുപക്ഷത്തിലുണ്ടോ എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷേ കേരളത്തിൽ LDF-ന്റെ രണ്ടാം കക്ഷിയായി നിലനിന്നുകൊണ്ടിരിക്കുന്നത് BJP-യും RSS-ഉമാണ് എന്ന് പുതിയ സംഭവിക വികാസങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് CPI വലിയ സംസാരങ്ങൾ നടത്തിയിട്ടും വലിയ കണ്ടെത്തലുകൾ നടത്തിയിട്ടും പ്രത്യേകിച്ചൊരു പ്രതികരണങ്ങളും ഇല്ലാതെ പോകുന്നത്. ഇപ്പോൾ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്കെതിരെ 3 അന്വേഷണങ്ങൾ നടക്കുക. ആ അന്വേഷണങ്ങൾ 3 തലത്തിലാണ് നടക്കുന്നതെന്നാ പറയാ. ഒന്ന് ADGP-യുടെ അന്വേഷണം, അതേപോലെ തന്നെ വിജിലൻസ്, ADGP-യുടെ അന്വേഷണം, DGP-യുടെ അന്വേഷണം, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം. ഈ എല്ലാ അന്വേഷണവും നടക്കുന്ന ഉദ്യോഗസ്ഥൻ എവിടെയുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോഴും കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP. സഖാവ് പിണറായി വിജയനോടും കേരളത്തിന്റെ ഗവൺമെന്റിനോടും CPM-നോടും നമുക്ക് ചോദിക്കാനുള്ളത്, എന്ത് ക്രമസമാധാനമാണ് കേരളത്തിൽ ഈ ADGP-യുടെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ പോകുന്നത് എന്ന് കേരള ജനതക്ക് ആശങ്കയും സംശയവുമുണ്ട്. കാരണം 3 തലത്തിൽ അന്വേഷണം നടക്കുക.
വംശീയ വിദ്വേഷത്തിന്റെ ശക്തികളുമായി ചർച്ച നടത്തുക, പൂരം കലക്കുന്നതുൾപ്പെടെയുള്ള നെറുകെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക, കുറ്റവാളികളുടെ തലതൊട്ടപ്പനാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടുക, ഒരു ഭരണപക്ഷ MLA തന്നെ കൊടും ക്രിമിനലിസത്തിന്റെ ആളാണ് എന്ന് പറയുക, എന്നിട്ട് അദ്ദേഹം തന്നെ ക്രമസമാധാനത്തിന്റെ ചുമതല വഹിക്കുക എന്ന വൈരുദ്ധ്യം CPM-ന്റെ AKG സെന്ററിന്റെ പിന്നിലത്തെ ബെഞ്ചിലിരിക്കുന്ന ആളുകൾക്ക് പോലും മനസ്സിലാക്കുമെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? കേരളത്തിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ ആരംഭിച്ചത് 2016 മുതലാണ്. ഇന്ത്യ രാജ്യം സമ്പൂർണമായി RSSന്റെ BJP-യുടെ കൈകളിൽ എത്തുമ്പോൾ അതിനെതിരായ വലിയ മുന്നേറ്റം രാജ്യത്തുടനീളം നടന്നു. ആ മുന്നേറ്റത്തിൽ വലിയ പ്രതീക്ഷ രാജ്യത്തുണ്ടായി. ഭരണസ്വാധീനം കേരളത്തിൽ BJP-ക്കുണ്ടായില്ല, MLA ഇല്ല. പക്ഷേ CPM-ന്റെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ BJP-ക്ക് ഭരണത്തിൽ സ്വാധീനമുണ്ടാകുന്നു. RSSന് പോലീസ് സംവിധാനങ്ങളിൽ ഇടപെടാൻ കഴിയുന്നു എന്ന് വന്നാൽ അതിന്റെ ദുരവസ്ഥ എത്ര വലുതാണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സഖാവ് യെച്ചൂരിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി എന്ന വലിയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ ഓർമ്മയിലുണ്ട്. പക്ഷേ അതൊന്നും കേരളത്തിൽ ബാധകമല്ല എന്ന സ്വഭാവത്തിലാണ് ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. 2016-ൽ ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിൽ ആഭ്യന്തര വകുപ്പിനെ ഉപദേശിക്കാൻ, മുഖ്യമന്ത്രിയെ ഉപദേശിക്കാൻ രമൺ ശ്രീവാസ്തവയെ ഉപദേശകനായി നിശ്ചയിക്കുക. നല്ല ഉപദേശകനാണ്. അദ്ദേഹത്തിന്റെ യോഗ്യതയെ കുറിച്ചൊന്നും ഇപ്പം പറയേണ്ടിയില്ല. പാലക്കാട്ടുകാർക്ക് രമൺ ശ്രീവാസ്തവയെ നന്നായി അറിയാം. പണ്ട് രഥയാത്ര നടക്കുന്ന സന്ദർഭം, അദ്വാനിയുടെ രഥയാത്ര കേരളത്തിലൂടെ കടന്നു പോകുമ്പോൾ അന്ന് ഡിസംബർ 15-ആയിരുന്നു. പുതുപ്പള്ളി തെരുവിൽ വെച്ച് സിറാജുന്നിസ എന്ന 11 വയസ്സുകാരിയായ പെൺകുട്ടിയെ ദാരുണമായി വെടിവെച്ച് കൊന്നത്. ആ സന്ദർഭത്തിൽ കേരളത്തിൽ പ്രതിപക്ഷത്തുണ്ടായിരുന്ന CPM-കാർ തന്നെ കേരളത്തിന്റെ തെരുവിൽ വലിയ വാക്കിൽ പ്രസംഗിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. അന്ന് വയർലെസ് വഴി പുറത്തു വന്ന ഈ രമൺ ശ്രീവാസ്തവയുടെ ഒരു വാക്ക് കേരളം ശ്രദ്ധിച്ചിരുന്നു. ഐ വാണ്ട് മുസ്ലിം ഡെഡ് ബോഡി എന്ന് പരസ്യമായി പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ച വ്യക്തിത്വമാണ് രമൺ ശ്രീവാസ്തവ എന്ന് നമുക്കറിയാം. അന്ന് CPM തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി കേരളത്തിലുണ്ടായിരുന്നു. പാലക്കാടിന്റെ ചുമതലയുള്ള IG ആയിരുന്നു അദ്ദേഹം. ഞങ്ങൾ ചോദിക്കട്ടെ, ഇദ്ദേഹത്തിൽ നിന്ന് എന്ത് ഉപദേശമാണ് CPM-ന്റെ ഗവൺമെന്റിന് വേണ്ടത്? ഇദ്ദേഹം ഉപദേശിക്കുക RSSന് വേണ്ടിയുള്ള ഉപദേശങ്ങളാണ്. രഥയാത്രക്ക് വേണ്ടി വഴിയൊരുക്കിക്കൊണ്ട് അന്ന് BJP-യുടെ RSSന് വേണ്ടി കേരളത്തിന്റെ മണ്ണിൽ വിദ്വേഷത്തിന്റെ വിഷവിത്ത് പാകി ഒരു പിഞ്ചു പൈതലിനെ വെടിവെച്ചു കൊന്നതിന്റെ ഉത്തരവാദിത്തമാണ് ഉദ്യോഗസ്ഥനായി കേരളത്തിൽ അറിയപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് എന്തുപദേശമാണ് CPM-ന് വേണ്ടത്? എന്തുപദേശമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടത്? വിശദീകരിക്കണം. പിന്നെ അവര്
ആദ്യമായി DGP സ്ഥാനത്ത് കൊണ്ടുവന്ന് അവരോധിച്ചത് ലോക്നാഥ് ബെഹ്റയെ. ആരാ ലോക്നാഥ് ബെഹ്റ? നമുക്കറിയാം, ഇസ്രത്ത് ജാൻ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ, ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കുറ്റവിമുക്തനാക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ലോക്നാഥ് ബെഹ്റ. AKG സെന്ററിൽ നിന്ന് പണ്ട് കാലത്ത് നമ്മൾ പറയാറുണ്ട്, CPM ഭരിക്കുമ്പോ AKG സെന്ററിൽ നിന്നാണ് പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യപ്പെടുക എന്ന് പറയാറുണ്ട്. ഞങ്ങൾ ചോദിക്കട്ടെ, ഈ ലോക്നാഥ് ബെഹ്റയും രമൺ ശ്രീവാസ്തവയും നയിച്ച പോലീസ് സംവിധാനത്തെ എങ്ങനെയാണ് CPM-ന് കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്? എങ്ങനെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന് ഇത് അംഗീകരിക്കാൻ സാധ്യമായത്? ഈ പിണറായി വിജയന് ലോക്നാഥ് ബെഹ്റയോടുള്ള ഇഷ്ടം തീരാഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഇവിടുന്ന് പോകരുത്, ഒരിക്കലും വിട്ടുപോകരുത്. വലിയ ശമ്പളം കൊടുത്തിട്ട് അദ്ദേഹത്തെ കൊച്ചിൻ മെട്രോയുടെ MD ആക്കി വെച്ചു. കാരണം പലരും പോയാൽ ചിലതൊക്കെ പുറത്തു വരുമല്ലോ. എന്തിനാ ADGP-യെ സസ്പെൻഡ് ചെയ്യാൻ എന്താ പേടിയെന്ന് വെച്ചാൽ, ADGP പുറത്തു പോയാൽ കുടുങ്ങാൻ പോകുന്നത് പിണറായി വിജയനും കുടുംബവുമായിരിക്കും എന്നത് കൊണ്ടാണ് പിടിച്ചിരുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇദ്ദേഹത്തെയും താങ്കൾ പോകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനം മാറ്റി മാറ്റി കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരുത്തുക. ADGP എല്ലാവരുമായി ചർച്ച നടത്തുന്നു എന്നാ പറയുന്നത്. BJP-യുടെ അഖിലേന്ത്യാ നേതാക്കൾ ദസ്തോത്ര ഹൊസബല്ലയുമായി ചർച്ച നടക്കുന്നു, രാം മാധവുമായി ചർച്ച നടത്തുന്നു. അവസാനം ഈ വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെ മുഴുവൻ RSSകാരുമായി ചർച്ച. അപ്പൊ ഷംസീർ ഉൾപ്പെടെയുള്ള, സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയും, അവരോട് ചർച്ച നടത്തി എന്താ കുഴപ്പം? അവർക്ക് വലിയ പവൻമാറ്റ് പാർട്ടികളും സംവിധാനങ്ങളുമാണ് എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കറിയില്ല എന്താണ് ഇവരുടെ സാധ്യത. ഇന്ത്യയിൽ വിദേശ രാഷ്ട്രീയത്തിന്റെ, ചോരയൊഴുക്കുന്ന രാഷ്ട്രീയത്തിന്റെ വക്താക്കളെ എങ്ങനെയാണ് ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ചർച്ച നടത്തുക? കേരള പോലീസ് പലരെയും പിടിച്ചുകൊണ്ടുപോകുക. കേരളത്തിൽ DYFI-ക്കാർക്ക് വരെ രക്ഷയില്ല, പറയാൻ ധൈര്യമില്ല, ആരുമില്ല. അരൻ താഹ എന്ന 2 ചെറുപ്പക്കാർ കോഴിക്കോട് വെച്ചുകൊണ്ട് അവരെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് UAPA ചുമത്തിയിട്ട് അവർ മാവോയിസ്റ്റ് ബന്ധമുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട്. അത് മുഖ്യമന്ത്രിയോട് ആരോ ചോദിച്ചത്രേ പത്രസമ്മേളനത്തിന്. അവരെന്താ ചെയ്ത്? പുസ്തകം വായിച്ചതോ ലഘുലേഖ വായിച്ചതോ? അതൊക്കെ കുറ്റകൃത്യമായി മാറി. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ചോദ്യം, അവരൊക്കെ ഒരുമിച്ച് കൂടിയത് കട്ടൻ ചായ കുടിക്കാനാണ് അല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് UAPA DYFI-ക്കാരുടെ മേൽ ചുമത്തി. CPM-ൽ ആരില്ല പറയാൻ. അന്നൊരു കാനൻ രാജേന്ദ്രൻ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടിരുന്ന് രംഗത്ത് വന്നിരുന്നു. ആനീരാജ രംഗത്ത് വന്നിരുന്നു. അന്ന് പാർട്ടി ചുമതലയുണ്ടായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അവറുകൾ RSSന്റെ സ്വാധീനം കേരള പോലീസിൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഗൗരവത്തിൽ സംസാരിച്ചിരുന്നു. അപ്പൊ എന്താ പറയാ മുഖ്യമന്ത്രി? അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ പോലീസിന്റെ ആത്മവീര്യം ചോർന്നു പോകും. പോലീസിന്റെ ആത്മവീര്യനെ ചോർന്നു പോകുക പോലീസിനെ നിയന്ത്രിക്കുന്ന RSSന്റെ ആത്മവീര്യമാണ് ചോർന്നു പോകുക ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ എന്ന് ആണ് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഥവാ അത്രമേൽ കേരള പോലീസ് ഈ സ്വഭാവത്തിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടാകുകയാണ്. തത്വസി എന്ന ഗ്രൂപ്പ് RSSന്റെ പേരിൽ പ്രവർത്തിച്ചു പോലീസുകാർക്കിടയിൽ.
കന്യാകുമാരിയിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വലിയ ശക്തിയിൽ കേരളത്തിൽ കേരള പോലീസിൽ ഇവർ സ്വാധീനം ചെലുത്തുന്നു. ശോഭാ സുരേന്ദ്രൻ അത് പ്രസംഗിക്കുകയും ചെയ്തു. പഴയ കാലമൊന്നുമല്ല, നല്ല ചുണക്കുട്ടികളായ RSSകാർ കേരള പോലീസിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പലതും ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയോട് ചെയ്തു. എന്തൊക്കെയാ ചെയ്യുന്നത് നമുക്കറിയാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല വിഷയങ്ങളും പരിശോധിച്ചാൽ നമുക്കിത് കാണാൻ സാധിക്കും. ഒരു ഭാഗത്ത് ഇന്ത്യയിലെ കേരളത്തിലെ ന്യൂനപക്ഷ മുസ്ലിം സമുദായങ്ങൾക്കെതിരായ നീക്കം, റിയാസ് മൗലവിയുടെ വധം മുതൽ കൊടിഞ്ഞി ഫൈസലിനെ കൊലപ്പെടുത്തിയവരുമായി ബന്ധപ്പെട്ട പ്രതികൾക്കുമായി ബന്ധപ്പെട്ട ശിക്ഷകളും മറ്റുമൊക്കെ പരിശോധിച്ചാൽ അവർക്കൊക്കെ അവരുടെയൊക്കെ പേരിൽ ഉണ്ടാക്കപ്പെട്ട FIRകളെ പരിശോധിച്ചാൽ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ ബോധ്യപ്പെടും. ഞാനത് വിശദമായി ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരം പ്രതിസന്ധികൾ കേരളത്തിൽ ഉണ്ടാകുകയാണ്. ഇടത് MLA അൻവർ അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. അല്പം പേടിച്ചാണെങ്കിലും കുറെ അധികം സമയം KT ജലീലും പറഞ്ഞു. മൂപ്പർക്ക് വല്ലാത്ത പേടിയുണ്ടെന്നാ പറയുന്നത്, ഞങ്ങൾ പറയുന്നതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പറയുന്നതാണ്. ഏതായിരുന്നാലും മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് വളരെ ശക്തമായ ഇടപെടലുകൾ അവർ നടത്തി. ഇത്തരം വിഷയങ്ങൾ പറയുമ്പോ CPM-ന് വേഗം ചില കാര്യങ്ങൾ പറയാൻ കഴിയും. അവരുടെ കയ്യിൽ പഴയ ചില ഒറ്റമൂലി മരുന്നുകൾക്കുണ്ട്. അങ്ങാടി മരുന്നിനും ഒറ്റമൂലി മരുന്നിനൊന്നും ഇപ്പോൾ CPM-ന്റെ ആ പഴയ പെട്ടിയിലെ ഒറ്റമൂലി മരുന്നിന് വല്ലാതെ സാധ്യതയില്ല എന്നാണ് മന്ത്രി റിയാസ് ഉൾപ്പെടെ ഉള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് പറയുന്നത് എന്താ പറയാ? തീവ്രവാദികൾ വരുന്നു, ഭീകരവാദികൾ രംഗത്തെത്തിയിരിക്കുന്നു. ഇങ്ങനെ സംസാരിക്കുന്നത് അവരാണ്. ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണർ UDF-ന്റെ കൂടെ ഉണ്ട് എന്ന്. വെൽഫെയർ പാർട്ടിയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഈ പാർട്ടി രൂപീകരിക്കപ്പെട്ട ഘട്ടം മുതൽ അതിശക്തമായ രാഷ്ട്രീയ ഇടപെടലുകളുമായി രംഗത്തുണ്ട്. സ്ലീപ്പിംഗ് പാർട്ട്ണർമാരായിട്ടല്ല, ആക്റ്റീവ് പാർട്ട്ണർമാരായിക്കൊണ്ട് തന്നെ ഇന്ത്യൻ കേരള രാഷ്ട്രീയത്തിൽ വെൽഫെയർ പാർട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ LDF-ഉം UDF-ഉമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിശക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2 ഘട്ടങ്ങളിൽ LDF-ഉം UDF-ഉമായിട്ടൊക്കെ കൃത്യമായ രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ട്. 2019-ൽ സംഘപരിവാർ ഇന്ത്യ രാജ്യത്ത് അതിശക്തമായ ആധിപത്യം ഉണ്ടാക്കിക്കൊണ്ട് 1ാം മോഡി സർക്കാർ രാജ്യത്തുടനീളം ഇന്ത്യയെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ രാഷ്ട്രീയ മുന്നേറ്റം ഇന്ത്യ രാജ്യത്തുണ്ടായി വരേണ്ട ആവശ്യകതയെ കുറിച്ച് വെൽഫെയർ പാർട്ടി ചർച്ചകൾ നടത്തി. അന്നതുണ്ടായില്ല. 2024-ൽ വെൽഫെയർ പാർട്ടി പറഞ്ഞിടത്തേക്ക് CPM ഉൾപ്പെടെയുള്ള പാർട്ടികളെത്തി. കേരളത്തിലുണ്ടോ ഇല്ലേ എന്നത് ഇപ്പോഴും സംശയമാണ്. ഏതായിരുന്നാലും ഇന്ത്യ രാജ്യത്ത് വലിയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. സഖാവ് യെച്ചൂരി വിട പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ സമുന്നതരായ രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിച്ചത് നമ്മുടെ മനസ്സിലുണ്ട്. സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ കാലത്ത് ഒരുമിച്ച് നിൽക്കേണ്ട രാഷ്ട്രീയ പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത്
നിർണായക പങ്കാണ് സഖാവ് യെച്ചൂരി വഹിച്ചത് എന്ന് അതിശക്തമായ ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അത്തരമൊരു വലിയ മുന്നേറ്റത്തെ കുറിച്ചുള്ള ചർച്ചയാണ് ഉണ്ടായി വന്നത്. കേരളത്തിൽ BJP ഒരു സീറ്റ് നേടി. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു. ആ വിജയത്തെ കുറിച്ച് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയും LDFന്റെ സമുന്നത നേതാവുമായ സുനിൽ കുമാർ പറയുന്നത് അദ്ദേഹം ജയിച്ചല്ല, ജയിപ്പിച്ചതാണ്. ജയിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് ADGP. പൂരം കലക്കിയിട്ട് തൃശൂരിന്റെ വൈകാരികതയെ പ്രയോജനപ്പെടുത്തിയിട്ട് വോട്ട് തട്ടിയെടുത്തുകൊണ്ടാണ് വിജയിച്ചത് എന്ന് CPIയുടെ നേതാക്കൾ പറയാം. ഞങ്ങൾ പറയുന്നില്ല, CPIയുടെ നേതാക്കൾ പറയാം. ഇങ്ങനെയൊരവസ്ഥ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അപ്പൊ വരും ഒറ്റമൂലി. എന്താ ഇതെല്ലാം ഉണ്ടാക്കുന്നത്? ഇവിടുത്തെ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്. ഭൂരിപക്ഷ വർഗീയത പോലെ അപകടകരമാണ് ന്യൂനപക്ഷ വർഗീയത എന്നൊക്കെ പറഞ്ഞിട്ട് വരും. മന്ത്രി റിയാസിനോട് പറയാനുള്ളത്, നിങ്ങൾ ഡീപ് സ്ലീപ്പിംഗ് പാർട്ട്ണറെ കുറിച്ചുള്ള അന്വേഷണത്തിലാണെങ്കിൽ ആദ്യം അന്വേഷിക്കേണ്ടത് AKG സെന്ററിൽ സ്ലീപ്പിംഗ് പാർട്ട്ണറായി ആരാണുള്ളത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കേരള മുഖ്യമന്ത്രിയുടെ സ്ലീപ്പിംഗ് പാർട്ട്ണർ ആരാണ്? കേരള മുഖ്യമന്ത്രിയുടെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ്? ADGPയുടെ കൂടെയുള്ളത് ആരാണ്? RSSും ADGPയും തമ്മിലുള്ള ബന്ധമെന്ത് എന്നതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ തയ്യാറാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് പഴയ മരുന്നൊന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അത് കേരളത്തിൽ അങ്ങനെ യേശുല്ല. സാധാരണ അത് പറഞ്ഞാൽ എല്ലാം അവസാനിക്കുകയാണല്ലോ ചെയ്യുക. പക്ഷെ അവസാനിക്കുന്നില്ല. ചർച്ചകൾ മുന്നോട്ട് പോകുകയാണ്. പരിശോധിക്കണം CPMന്റെ സഹപ്രവർത്തകർ എവിടെ പോയി. CPMന്റെ വോട്ടുകൾ നമ്മൾ ആലത്തൂര് ചെറിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. അത് CPMന് ഒരു സമാധാനം. കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? പരിശോധിക്കണം. എവിടേക്കാണ് വോട്ടുകൾ ഒഴുകിപ്പോയത് എന്ന് പരിശോധിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇങ്ങനെ കേരളത്തിൽ ഈ ADGPയുടെ നേതൃത്വത്തിൽ RSSന് വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു വർക്ക് നടന്നു എന്ന് ഇടതുപക്ഷം തന്നെ പ്രഖ്യാപിക്കുമ്പോൾ, CPI പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് കേരള ജനത മനസ്സിലാക്കേണ്ടത്? അവരുടെ പ്രഖ്യാപനമൊന്നും അങ്ങ് യേശുന്നില്ല എന്നാ പറയുന്നത്. മുന്നണി യോഗത്തിൽ അവർക്ക് വോയിസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ മന്ത്രിമാർക്ക് സംസാരിക്കാൻ മൈക്ക് കിട്ടാറുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ മൈക്ക് കിട്ടാറുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത് ചോദിക്കാൻ CPIയുടെ മന്ത്രിമാർ തയ്യാറാകണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. കാരണം അത്രമേൽ വലിയ വിഷയങ്ങളാണ് ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയെ കുറിച്ചോ മുഖ്യമന്ത്രി ഒക്ടോബർ 21 തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങളുണ്ട്. മലപ്പുറത്ത് സ്വർണം വരുന്നു, കള്ളപ്പണം വരുന്നു, കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. ശേഷം അത് ഹിന്ദു പത്രത്തിൽ അഭിമുഖമായി വന്നപ്പോൾ ഈ പണം ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങളും വർഗീയ പ്രവർത്തനങ്ങളും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില സമുദായങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചു.
മലപ്പുറം ജില്ലയെ കുറിച്ച് മുമ്പേ ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടരുണ്ട്. BJPയും RSSുമാണ്. ഈ അടുത്ത് മുഖ്യമന്ത്രിയുടെ എല്ലാ പത്രസമ്മേളനത്തിനും ഏറ്റവും കൂടുതൽ കവറേജ് കൊടുക്കുന്നത് ജന്മഭൂമി പത്രമാണ്. ഫുൾ പേജിലൊക്കെ ഇങ്ങനെ വരിക. നോക്കുമ്പോ ഞങ്ങൾ പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയാൽ ആനന്ദലബ്ധിക്ക് എന്തു വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് RSSുകാർ അതിനെ ആഘോഷിക്കുന്നത്. വളരെ സൂക്ഷ്മമായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്വർണ്ണ കള്ളക്കടത്തുകാരെ പിടികൂടണം എന്നതിൽ നമുക്ക് യാതൊരു സംശയമില്ല. കള്ളപ്പണക്കാരെ വിലങ്ങ് വെക്കണം എന്നതിൽ നമുക്ക് യാതൊരു സംശയമില്ല. പക്ഷേ അത്തരം പ്രവർത്തനങ്ങളെ ഒരു സമുദായത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് അപകടകരമാണ്. കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സ്വർണ്ണ കള്ളക്കടത്തിയതാണ്. അത് തിരുവനന്തപുരത്ത് എയർപോർട്ട് വഴി നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണ്ണക്കടത്താണ്. 135 കിലോ എന്നൊക്കെ പറഞ്ഞ് ചെമ്പിൽ വന്നു എന്ന് പറയുന്നുണ്ട്, പല കെട്ടുകളിലായി വന്നു എന്ന് പറയുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊന്നും ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നില്ല. ആരാണ് നേതൃത്വം കൊടുത്തത്? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ, മറ്റൊരു സ്ത്രീയും. അതിന്റെ പേരിലുണ്ടായ വിവാദ കോലാഹലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ സമയത്ത് തിരുവനന്തപുരം കള്ളക്കടത്തിന്റെ കേന്ദ്രമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ. ആ നയതന്ത്ര ബാഗേജിലൂടെ കള്ളക്കടത്തിലൂടെ വന്ന സ്വർണത്തെക്കുറിച്ച് കഥകളെ കുറിച്ച് തീവ്രവാദം പറഞ്ഞിട്ടില്ലല്ലോ, ഭീകരത പറഞ്ഞിട്ടില്ലല്ലോ. കരിപ്പൂർ എയർപോർട്ട്, അതിന്റെ പേര് തന്നെ കാലിക്കറ്റ് എയർപോർട്ട് എന്ന, കോഴിക്കോട് എയർപോർട്ട് എന്ന, കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന അതിന്റെ പേര്. എങ്ങനെയാണ് അത് മലപ്പുറമാകുന്നത്? മലപ്പുറം ജില്ലയിലെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു എന്നാ പറയുന്നത്. വർദ്ധിച്ചിട്ടുണ്ട്. കാരണം സുജിത് ദാസ് എന്ന പേരുള്ള ഒരു SP, അദ്ദേഹം മൾട്ടിപ്പിൾ FIR ഇടുന്ന ആളാന്നാ പറയുന്നത്. ഒരു കുറ്റം കിട്ടിയാൽ 3 എണ്ണം, അങ്ങനെ 350% വർദ്ധിച്ചു. ഇതില് KT ജലീൽ പറഞ്ഞു, അൻവർ MLA പറഞ്ഞു, UDF പറഞ്ഞു, വെൽഫെയർ പാർട്ടി പറഞ്ഞു, കുറെ കാലമായി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു കുഴപ്പക്കാരനാന്ന് കണ്ടപ്പോ ഒന്നുകൂടി കുഴപ്പം ശക്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തെ പരിശീലനത്തിന് വേണ്ടി പറഞ്ഞു വെച്ചു. പിന്നെ ഇദ്ദേഹത്തെ ഇപ്പോ എന്തോ നീക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പോലീസ് സംവിധാനം ആ സ്വഭാവത്തിലായതിന്റെ പ്രതിസന്ധിയാണിത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടക്കുന്ന ജില്ലയായി മലപ്പുറം ജില്ലയെ പ്രതിഷ്ഠിക്കുക, അതിനു വേണ്ടി ഒരു SP ഓവർ പണിയെടുത്തതിന്റെ റിസൾട്ടാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, ഇങ്ങനെ എന്തിനാണ് മുഖ്യമന്ത്രി പറയുന്നത്? ശേഷം ഹിന്ദു ദിനപത്രത്തിൽ ഇന്റർവ്യൂ വന്നു. ഒരു ദിവസം അത് രാജ്യത്തുടനീളം ചർച്ചയായി. എന്തിനാ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇദ്ദേഹം എന്തിനാണെന്ന് ഡൽഹി പോയിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നത്. ഹിന്ദു ദിനപത്രം ഇടതുപക്ഷ ചായ്വോടുകൂടെ മുന്നോട്ട് പോകുന്ന ഇന്ത്യയിലെ ശ്രദ്ധേയമായ ലീഡിംഗ് ന്യൂസ് പേപ്പറാണ്. ഇന്ത്യയിലെ ജനകീയ മതേതര മുന്നേറ്റത്തിന്റെ കരുത്തു നൽകുന്ന പത്രമാണ്. അങ്ങനെ ഒരു പത്രത്തിന് മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം കൊടുക്കണമെന്ന് പറഞ്ഞ എല്ലാവരും വരൂലേ? അതിനു പകരം ഡൽഹിയിലെത്തിയിട്ട് ഒരു PR ഏജൻസി പത്രം സമ്മേളനത്തിൽ പത്രം വന്നിട്ട് അവരോട് അഭിമുഖം നടത്തിയതാണ് അത്രേ. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ പത്രക്കാർ ചോദിച്ച എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. വിടൂല. നിങ്ങൾ അത്ര തന്നെ ചിരിച്ച് പരിഹസിച്ച് ഇതിനെ കൊച്ചാക്കാൻ ശ്രമിച്ചാലും കേരളത്തിന്റെ തെരുവിൽ ചോദ്യങ്ങളുമായി വെൽഫെയർ പാർട്ടി ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹിന്ദു ദിനപത്രത്തിൽ
ഈ അഭിമുഖം വന്ന അന്ന് രാത്രി കേരളത്തിന്റെ എല്ലാ മലയാള ചാനലുകളിലും ചർച്ച. CPM-ന്റെ പ്രതിനിധികൾ വരിക AKG സെന്ററിൽ നിശ്ചയിക്കപ്പെടുമ്പോഴാണ് അവര് വന്നിട്ട് അതിനെ ന്യായീകരിച്ച് ഇങ്ങനെ വിലകി വർത്തമാനം പറയുന്നത് നമ്മൾ കണ്ടതാണ്. പിറ്റേ ദിവസം വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി. വെൽഫെയർ പാർട്ടി ഉൾപ്പെടെ അതിശക്തമായ പ്രക്ഷോഭവുമായി മലപ്പുറത്ത് വന്നു. മലപ്പുറത്ത് നിന്ന് മലപ്പുറം ജില്ലയെ തീവ്രവാദത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ മുഖ്യമന്ത്രി ശ്രമിച്ചാൽ അതിനെതിരെ പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തിറങ്ങി. അപ്പോഴാണ് അങ്ങേർക്ക് കാര്യം ബോധ്യപ്പെട്ടത്. അപ്പൊ മുമ്പിന് പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ ചെന്നപ്പോ ഹരിപ്പാട് മുൻ MLA-യുടെ മകൻ ചോദിച്ചു എത്രേ ഒരു പത്രത്തിന്, ഹിന്ദു പത്രത്തിന് ഒരു അഭിമുഖം വേണമെന്ന്, ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞ് അവര് വന്ന കൂട്ടത്തിൽ രണ്ടാളുകൾ കൂടി ഉണ്ടായി. മുഖ്യമന്ത്രിയുടെ മുമ്പില് സാധാരണ CPM-കാർക്ക് വരെ വരാൻ പേടിയാണ് എന്നാണ് അൻവർ പറഞ്ഞത്. സാക്ഷാൽ ഗോവിന്ദൻ മാഷ് വരെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വറവറക്കുമെന്ന് അൻവർ പറഞ്ഞതാ. ഞങ്ങൾ പറഞ്ഞല്ലോ, ആർക്കും വർദ്ധാനം പറയാനൊന്നും ധൈര്യമില്ലാത്ത ഒരാളാണ് അത്രേ. പത്രക്കാരൊക്കെ എന്നെ അറിയാം. തിരുവനന്തപുരത്ത് നിന്നൊക്കെ അദ്ദേഹം കണ്ടാൽ കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നവരാണ്. മര്യാദയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാൻ പോലും ധൈര്യമില്ലാതെ വിറങ്ങലിച്ച് നിൽക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാവൂ. അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഏതോ രണ്ടുപേർ വരുന്നു. ആ രണ്ടുപേർ PR ഏജൻസിയുടെ ആളാണത്രേ. അവർ പറയുന്നു, ഇങ്ങനെ ഒരു വിദ്വേഷത്തിന്റെ വർത്തമാനം കൂടി എഴുതിക്കൊള്ളൂ. എഴുതിയതിന്റെ പിറ്റേ ദിവസം ചർച്ചകൾക്ക് പോകുമ്പോൾ പോലും AKG സെന്ററിൽ നിന്ന് നിഷേധക്കുറിപ്പില്ല, ന്യായീകരിക്കുകയാണ്. പിന്നെ പിടിവിട്ട് പോകുമോ? കേരളത്തിന്റെ ജനത അതിശക്തമായി പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രി ഇളകുക. മുഖ്യമന്ത്രിയുടെ പേരിൽ കള്ളമാണ് പറഞ്ഞതെങ്കിൽ ഈ PR ഏജൻസിക്കെതിരെ കേസെടുക്കണം. ധൈര്യമുണ്ടോ എന്ന് വെൽഫെയർ പാർട്ടി ചോദിക്കുകയാണ്. ഈ PR ഏജൻസിക്കെതിരെ കേസെടുക്കാൻ വെൽഫെയർ പാർട്ടി മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുണ്ടോ? ഞങ്ങൾ അറിയാതെ എഴുതി കളഞ്ഞതാണെങ്കിൽ എന്തുകൊണ്ടാണ് ധൈര്യമില്ലാത്തത്? നിർഭാഗ്യവശാൽ BJP-ന്റെയും മുഖ്യമന്ത്രിയുടെയും PR ഏജൻസി കെൻസ എന്ന് പറയുന്ന ഈ ഏജൻസി, ഇവിടെയാണ് സ്ലീപ്പിംഗ് പാർട്ണറെ അന്വേഷിക്കേണ്ടത് എന്നാണ് പ്രിയപ്പെട്ട മന്ത്രി റിയാസ് അവറുകളോട് പറയാനുള്ളത്. അന്വേഷിക്കണം. രണ്ടു കൂട്ടരുടെയും PR വർക്ക് ഒരാൾ. ഇങ്ങനെ പോയാൽ കേരളം എവിടെ എത്തുക? അതുകൊണ്ട് ഈ അവസ്ഥയെ അതിശക്തമായി വിലയിരുത്തിക്കൊണ്ട് കേരള സർക്കാർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നികുതി പണം പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുന്ന പോലീസ് സംവിധാനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ്. അതിനെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും അനുരൂപമായ സ്വഭാവത്തിൽ ഉണച്ചു വാർക്കണം. അതിശക്തമായ തിരുത്തലുകൾ ഉണ്ടാകണം. ആ തിരുത്തലുകൾക്ക് വേണ്ടിയുള്ള ജനകീയ പ്രതിരോധത്തിന് വെൽഫെയർ പാർട്ടി കേരളത്തിൽ നേതൃത്വം കൊടുക്കുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശദാംശങ്ങൾ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ അതിന്റെ പേരിൽ ഒരു ജില്ലയെ, ഒരു സമുദായത്തെ ആക്ഷേപിക്കാനും അവരെ ഒറ്റ തിരിഞ്ഞ് കൈകാര്യം ചെയ്യാനും ആരെങ്കിലും വന്നാൽ പ്രതിരോധം തീർക്കാൻ വെൽഫെയർ പാർട്ടി ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ പറയാം. കള്ളക്കടത്തുകാരെ പിടിക്കണം, കള്ളനോട്ടുകാരെ പിടിക്കണം, അവരെ കൈകാര്യം ചെയ്യണം, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. പക്ഷേ അതിന്റെ പേരിൽ ഒരു ജില്ലയെ, ഒരു സമുദായത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിട്ട് BJP-യുടെ മുമ്പിൽ അത് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ അപകടകരമായ കളിയായിരിക്കും അത്. അതുകൊണ്ട് CPM-നോട് പറയാനുള്ളത്, നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തല തൊഴിയുന്നത് അവസാനിപ്പിക്കണമെന്നാണ്. മുമ്പ്
സഖാവ് VS പറഞ്ഞിരുന്നു ലവ് ജിഹാദിനെ കുറിച്ചും കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതിനെ കുറിച്ചൊക്കെ. അതാണ് സാക്ഷാൽ യോഗി ആദിത്യനാഥ് ലവ് ജിഹാദ് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താം എന്ന ബുദ്ധി കിട്ടിയത് ഈ കേരളത്തിൽ ആണ് എന്ന് ചർച്ചകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് ഒരുപാട് മുസ്ലിം കുട്ടികൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ പോയി. എല്ലാവരും ഉണ്ട്. കൂടുതലും ഒരു പഠനത്തിന്റെ വ്യഗ്രതയിൽ ആവേശപൂർവ്വം പോയി. സഖാവളവരെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ പ്രഭാഷണം നടത്തി. കേരളത്തിൽ മാർക്കുകൾ ഉണ്ടാകുന്നതിനെ കുറിച്ചും പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചും. ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്നതിനെ കുറിച്ച് എന്ത് വർഗീയ വർത്തമാനമാണ് CPM പറഞ്ഞത്? CPM തിരിച്ചോ ഇളമരം കരീമിനെ? പിന്നീടാണ് ഇളമരം കരീം പറഞ്ഞ വാക്കിനെ മുഖവിലക്കെടുത്തുകൊണ്ട് മാർക്ക് ജിഹാദ് എന്ന പ്രയോഗവുമായി BJPയുടെ MP ഡൽഹിയിൽ വന്നത്. അന്നുവരെ UG പ്രവേശനത്തിന് മാർക്ക് മാത്രം മാനദണ്ഡമായിരുന്നത്. ഒരു പ്രത്യേക ടെസ്റ്റ് വെച്ചിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുക്കുമ്പോൾ മുസ്ലിം പേരുകൾ ഒഴിവാക്കപ്പെടുന്നതിന്റെ സങ്കടവുമായി പലരും വരിക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിനെ RSS പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഉദാഹരണമാണ്. മലപ്പുറം ജില്ലയെ കുറിച്ച് നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് എത്ര വലിയ അളവിലാണ് BJPയും RSSും രാജ്യത്ത് പ്രയോജനപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആ വർത്തമാനങ്ങൾ പിൻവലിച്ചോ കേരളത്തോട് പരസ്യമായി മാപ്പ് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിൽ ഉണ്ടായ അപകടങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള വഴിയിലേക്ക് CPM വരണം എന്നാണ് നമുക്ക് സൂചിപ്പിക്കാറുള്ളത്. തൃശ്ശൂരിൽ BJPക്ക് കിട്ടി. എന്ത് കിട്ടി? ഒരു MP സ്ഥാനം കിട്ടി. ആ കൂട്ടുകച്ചവടത്തിൽ CPM-ന് എന്താ കിട്ടിയേ? EP ജയരാജൻ അദ്ദേഹം BJP നേതാവുമായി ചർച്ച നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ LDF കൺവീനർ സ്ഥാനം തെറിച്ചു. മൂപ്പരിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുക, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നാൽ ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് ധൈര്യസമേതം പറയുന്ന ADGP-യെ തൊടാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇങ്ങനെ പോയാൽ കേരളം എവിടെയെത്തുക? രാഷ്ട്രീയമായി തുടർഭരണത്തിന് വേണ്ടി സഹകരണം എന്നതാണ് നിലപാടെങ്കിൽ നിങ്ങളത് പറയണം. CPM എന്ന് പറയണം. പരസ്യമായി പറഞ്ഞുകൊണ്ടുള്ള കളി തീരുമാനിച്ചാൽ വെൽഫെയർ പാർട്ടി മതി നിങ്ങളോട് മുട്ടാൻ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾക്കുണ്ടോ? പ്ലാൻ ഉണ്ട് എന്നാണ് ചിലര് പറയുന്നത്. തുടർ ഭരണത്തിന് വേണ്ടിയുള്ള നീക്കം, നിയമസഭയിൽ സീറ്റുകൾക്ക് വേണ്ടിയുള്ള ശ്രമം, ഭരണതലത്തിൽ സ്വാധീനം, പോലീസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ പലതും കൈക്കലാക്കാനുള്ള ശ്രമം, ഇതൊക്കെ നടത്തിയാൽ അപകടകരമായ സ്വഭാവത്തിൽ കേരളം മുന്നോട്ട് പോകും. അതുകൊണ്ട് സഖാക്കൾ വിഷയങ്ങളെ ഗൗരവത്തിൽ കാണണം. കേന്ദ്ര നേതൃത്വമൊക്കെ ഉണ്ടെങ്കിൽ സഖാവ് യെച്ചൂരി ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പ്രോജ്വലമായ സംഭാവനകൾ നൽകിയ ആ വലിയ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മരണം മതേതര ജനാധിപത്യ മുന്നേറ്റത്തിന് വലിയ നഷ്ടമാണ് എന്ന് അന്നേ വെൽഫെയർ പാർട്ടി പറഞ്ഞതാണ്. തീർച്ചയായും കേരളത്തിലെ CPM ഇങ്ങനെ തകരുമ്പോൾ കേന്ദ്രം പാർട്ടി ഇടപെടണം. എന്നിട്ട് ഒരു വ്യക്തിയുടെ ആധിപത്യത്തിൽ നിന്ന് ഒരു പാർട്ടിയും ഒരു സർക്കാരും കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ തകർത്ത് മുന്നോട്ട് പോയാൽ അതിനെ പിടിച്ചു കെട്ടാൻ അത്തരം വഴിവിട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ രംഗത്ത് വരണം എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു മുന്നേറ്റം രാജ്യം അഭിമാനത്തോടെ ഏറ്റെടുത്ത സന്ദർഭമാണ്. പ്രതിപക്ഷമുണ്ടായി, വലിയ ചൂടുവെപ്പാണത്.
അതേസമയം RSS മുന്നോട്ട് പോയിട്ടില്ല. വലിയ ചൂടുവെപ്പണിയും സാധ്യമാകേണ്ടതായിട്ടുണ്ട്. ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ മുസ്ലിം സമുദായം RSSനെതിരെ നിലപാട് സ്വീകരിച്ചു. ഇന്ത്യ രാജ്യത്തുടനീളം വഖഫ് നിയമ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ മുസ്ലിം സമുദായം ഉൾപ്പെടെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസപരമായും മതപരമായും കരുത്തു പകരുന്ന വലിയ ആർത്തിയെ കൈവെക്കാൻ BJP തീരുമാനിച്ചു. രണ്ടാമതൊരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഇന്ത്യയിലെ ദളിത് സമുദായങ്ങൾ, പിന്നോക്ക ജനത വലിയ ചൂടുവെപ്പുകൾക്ക് നേതൃത്വം കൊടുത്തു. അവരുടെ അതിജീവനത്തിന്റെ കരുത്തായ സംവരണാവകാശത്തിൽ ക്രീമിലെയർ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെ അഫിഡവിറ്റിന്റെ പിൻബലത്തിൽ സുപ്രീം കോടതി ചർച്ച തുടങ്ങണവർ ദളിത് മുസ്ലിം പിന്നോക്ക ജനവിഭാഗങ്ങളെ ഈ സ്വഭാവത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫെഡറൽ സംവിധാനങ്ങളെ ഇല്ലാതാക്കും വിധം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നീക്കവുമായി BJP വരിക. പറഞ്ഞതിന്റെ ഏറ്റവും ചുരുങ്ങിയ അർത്ഥം, ഒരു പുൽവാമ മതി സ്റ്റേറ്റും കേന്ദ്രമൊക്കെ ഭരണം പിടിക്കാൻ. 114 വിദ്വേഷ പ്രസംഗങ്ങളാണത്രേ ഇന്ത്യയിലെ പ്രധാനമന്ത്രി നടത്തിയത്. എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഞാനിപ്പോ പറയുന്നില്ല. അതിലേറ്റവും അപകടകരമായ പലതുണ്ട്. ഇന്ത്യയിൽ പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ ഹിന്ദു സ്ത്രീകളുടെ മംഗല്യ സൂത്ര പൊട്ടിക്കാൻ മുസ്ലിങ്ങൾക്ക് അവസരമൊരുക്കി കൊടുക്കുമെന്ന് വരെ പറഞ്ഞു. സ്വത്ത് തട്ടിയെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പലതും വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിദ്വേഷ പ്രഭാഷകനായി നരേന്ദ്രമോദിയെ കുറിച്ച് പത്രങ്ങൾ പറഞ്ഞു. ഇത് നടത്താൻ ഒറ്റ തെരഞ്ഞെടുപ്പായാൽ ഒറ്റ അടിക്ക് കഴിയും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം RSS അവരുടെ പണിയുമായി അതിശക്തമായി മുന്നോട്ട് പോകുകയാണ്. ബുൾഡോസറുകൾ ഉരുണ്ടുകൊണ്ടിരിക്കുന്നു, പള്ളികൾ തകർത്തുകൊണ്ടിരിക്കുന്നു. ആദിവാസികളും ദളിതർക്കുമെതിരെ നിയമങ്ങൾ ഉൾപ്പെടെ സുപ്രീം കോർട്ട് ഉൾപ്പെടെ രംഗത്ത് വരുന്നു. വലിയ രീതിയിൽ സംഘപരിവാർ വീണ്ടും ചുവടുവെക്കുകയാണ്. ഇന്ത്യ മുന്നണി ഇനിയും വിശാലമാകണം. ആന്ധ്രയിലും ബീഹാറിലുമുള്ള അധികാരത്തിന്റെ അപ്രകർഷണത്തിന് വേണ്ടി ഇന്ത്യൻ ജനാധിപത്യത്തെ വച്ചുകൊടുത്ത രാഷ്ട്രീയക്കാരെ തിരിച്ചു പിടിക്കണം. അവർ കുറച്ച് കാശും കുറച്ച് പദവിയും കിട്ടപ്പോ ഇന്ത്യയുടെ ജനാധിപത്യത്തെ, ഇന്ത്യയുടെ മതനിരപേക്ഷതയെ, ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തെയാണ് ആ രണ്ട് പാർട്ടികൾ വച്ചുകൊടുത്തത്. അതുകൊണ്ടാണ് ഈ ഭരണം ഉണ്ടായത്. അവർ ഒരു വംശീയ പാർട്ടിയാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല. എന്തോ ഒരു സമ്പ്രദായം, എന്തോ ഒരു ചെറിയ രാഷ്ട്രീയ ആഗ്രഹത്തിൽ അങ്ങനെ പോയതാണ്. അവരെ ഉൾപ്പെടെ തിരിച്ചു പിടിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം രാജ്യത്തുണ്ടാകണം. കേരളം വംശീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്ന നാടാണ്, സൗഹൃദത്തിന്റെ നാടാണ്, സമഭാവനയുടെ നാടാണ്. ബഹുസ്വരതയെ മനസ്സാൽ സ്വീകരിച്ച് അതിശക്തമായി മുന്നോട്ട് പോകുന്ന നാടാണ്. മതപരവും രാഷ്ട്രീയവുമായ വിദ്വേഷങ്ങൾക്കപ്പുറം സഹകരണത്തിന്റെ തുരുത്ത് രൂപപ്പെട്ട മനോഹരമായ സംസ്ഥാനമാണ് കേരളം. അതില്ലാതാക്കാൻ ശ്രമം നടക്കുകയാണ്. BJP, RSS പ്രാദേശിക തലം മുതൽ വിദ്വേഷത്തിന്റെ അടരുകളുമായി വരികയാണ്. ഈ സഹകരണത്തിന്റെ സമഭാവനയുടെ നാടിനെ തകർക്കാൻ ആരെയും അനുവദിക്കരുത്. 3 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയമായ സഹകരണം തന്നെയാണ്. സംഘപരിവാറിനെ തോൽപ്പിക്കാൻ ഇന്ത്യ മുന്നണി അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒരുമിച്ച് നിന്നതുപോലെ അനിവാര്യമെങ്കിൽ കേരളത്തിലും അത്തരം മുന്നേറ്റങ്ങൾ ഉണ്ടാകണം. വെൽഫെയർ പാർട്ടി ആ മുന്നേറ്റത്തിന്റെ കൂടെ ഉണ്ടാകും എന്നാണ് പറയാനുള്ളത്. കോൺഗ്രസും CPM-ഉം അത്തരം നീക്കങ്ങൾ ആവശ്യമുള്ളിടത്ത് നടത്തിയേ പറ്റൂ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.
രാഷ്ട്രീയ സഹകരണം രൂപപ്പെടേണ്ടിടത്തുണ്ടായി വരണം. പഞ്ചായത്തിൽ ഉൾപ്പെടെ ആ നീക്കങ്ങളിലൂടെ വിദ്വേഷ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയിക്കുന്നത് തടയാനുള്ള ചുവടുവെപ്പുകൾ നടത്താൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്, ആശയപരമായ പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തണം. സംഘപരിവാറിന്റെ ഇരകളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മുന്നേറ്റങ്ങൾ രൂപപ്പെടണം. ഇസ്ലാമോഫോബിയ ഒരു നിലക്കും അംഗീകരിക്കാൻ പാടില്ല. ഇസ്ലാമോഫോബിയയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ CPM ഇടപെട്ടത്, മുഖ്യമന്ത്രി ഇടപെട്ടത്. അതുകൊണ്ട് ഇസ്ലാമോഫോബിയയിലൂടെ മുന്നോട്ട് പോകുകയും എന്നിട്ട് സംഘപരിവാറിന്റെ കുഴലൂത്തുകാരായി മാറുകയും ചെയ്താൽ ജനം നിങ്ങളെ ചുരുട്ടിയെറിയും എന്നതിൽ സംശയം വേണ്ട. അതുകൊണ്ട് ആശയപരമായ വ്യക്തതയുള്ള മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. വിശാലമായ സൗഹൃദത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയണം. സംഘപരിവാറിന്റെ ഇരകളാക്കപ്പെട്ട കമ്മ്യൂണിറ്റികളെ ചേർത്ത് പിടിക്കണം. പൗരത്വ നിയമം ഉൾപ്പെടെയുള്ളത് നടപ്പാക്കി തുടങ്ങി. ആസാമിൽ നിന്ന് 9 സ്ത്രീകളും 19 പുരുഷന്മാരും ഉൾപ്പെടെ ആളുകളെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുകയാണ്. ആ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോകുമ്പോൾ ബന്ധുക്കൾ ഇങ്ങനെ പുറത്തു നിന്ന് കരയുന്നുണ്ട്. പേപ്പർ ശരിയായവർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പൗരന്മാരായി ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ കടലാസിന്റെ അക്ഷരം തെറ്റിപ്പോയതിന്റെ പേരിൽ ഡിസ്റ്റൻഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുന്നത് കൺമുന്നിൽ കണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു നാട്ടിൽ, കേരളത്തിൽ BJPയുമായി സഹകരിക്കുക എന്നത് എങ്ങനെയാണ് സഖാക്കളെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുക? RSSന്റെ വിജയത്തിന് വഴിയൊരുക്കാൻ ശ്രമിക്കുക എന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? ഈ ഡ്രാക്കുളകൾ വരില്ലേ ഇന്ത്യയിലുടനീളം? കേരളത്തിൽ വരെ അവരെ ബുൾഡോസറുകൾ വരില്ലേ? അതുകൊണ്ട് സഹകരണത്തിന്റെ സാധ്യതകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് ആശയപരമായ പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. CPMനോട് പറയാനുള്ളത്, നിങ്ങൾ വന്നാൽ നിങ്ങളോടൊത്ത്, നിങ്ങൾ ഇതിന്റെ വഴിയിൽ തടസ്സം നിന്നുകൊണ്ട് കൊച്ചു കൊച്ചു രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ മാറുകണ്ടം ചാടി RSSുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളെ തട്ടിമാറ്റി പ്രഭുത്വ കേരളം മുന്നോട്ട് കൊണ്ടുക തന്നെ ചെയ്യുമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ പോരാട്ടത്തെ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. കാരണം ഇത് നമ്മുടെ രാജ്യമാണ്, ഇത് നമ്മുടെ കേരളമാണ്, ഇത് നമ്മുടെ നാടാണ്. ഇവിടെ വിദ്വേഷത്തിന്റെ ശക്തികളെ വളരാൻ നമ്മൾ അനുവദിക്കുകയില്ല. മൂന്നാമതായി, പ്രാദേശികമായ വിശാലമായ സഹകരണം കൊച്ചു കൊച്ചു കൂട്ടായ്മകളിലൂടെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ മനുഷ്യരും ഒത്തുകൂടുന്ന വലിയ ഒരു മുന്നേറ്റം രൂപപ്പെടുത്തിയെടുക്കണം. ഈ ഒരു മുന്നേറ്റത്തിൽ നിർണായകമായ പങ്കുവഹിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഈ തൂക്കമപ്പിക്കൽ തിയറിയൊക്കെ കഴിഞ്ഞു. അങ്ങനെയല്ലോ CPM പറയാം. ഹിന്ദു രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രം, ഹിന്ദു തീവ്രവാദം അല്ലെങ്കിൽ RSS എന്ന് പറയുമ്പോൾ മുസ്ലിം RSS എന്ന് പറയും. ഇങ്ങനെ കുറെ വർത്താനങ്ങൾ മുമ്പേ പറഞ്ഞു പോയിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഹസൻ, കുഞ്ഞാലിക്കുട്ടി, അമീർ എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിന്റെ തെരുവിൽ നിങ്ങൾ നടത്തിയ പ്രചരണം ഞങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിനെയൊക്കെ പുച്ഛിച്ചു തള്ളിക്കൊണ്ടാണ് കേരളം വെൽഫെയർ പാർട്ടി ഉൾപ്പെടെ വിജയിപ്പിച്ചത് എന്ന സന്തോഷകരമായ അനുഭവം ഞങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷേ അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി വലുതാണ്. ഈ വിദ്വേഷ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുകയാണ് അത്തരം നിലപാടുകൾ ചെയ്യുക. അതുകൊണ്ട് ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നടത്തുന്ന ഇത്തരം അപകടകരമായ രീതികൾ അവസാനിപ്പിക്കണം. CPMനെ കുറിച്ച് സാധാരണ പറയാ സമ്മേളനങ്ങൾ ഇതിലൊക്കെ ചർച്ച നടത്തുക. നിങ്ങൾ ഇത്തരം ചർച്ചയൊന്നും നടത്തുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യണം, ചോദിക്കണം. എന്നിട്ട് ഒരു പുതിയ രാഷ്ട്രീയത്തെ
ഇന്ത്യയിൽ വളർത്തിയെടുക്കാനുള്ള മുന്നേറ്റത്തിൽ നിങ്ങളും പങ്കാളികളാകണം. അത്തരമൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഇതൊരു നിർണായകമായ സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ RSSനും സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിനുമെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ, ആശയപരമായ വലിയ ചൂടുവെപ്പുകൾക്ക് നേതൃത്വം കൊടുക്കാനും നമുക്ക് സാധിക്കണം. ഒളിഞ്ഞും തെളിഞ്ഞും RSSന്റെ പിന്നിൽ അണിനിരക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ പണി അവർ അവസാനിപ്പിക്കണം. മതേതര ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ വഴിയിൽ കേരളവും നിർണായകമായ പങ്ക് വഹിക്കണം. സഹകരണത്തിന്റെ സൗഹൃദത്തിന്റെ പാഠം വയനാടിന്റെ ദുരന്ത ഭൂമിയിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്. കുടികൾക്കും ആശയപരമായ വൈവിധ്യങ്ങൾക്കും അപ്പുറം എല്ലാവരും ഒരുമിച്ച് നിന്ന സന്തോഷകരമായ കാഴ്ച, അത് ഇന്ത്യയിൽ കേരളത്തിന് സാധ്യമാകുന്ന ഏറ്റവും വലിയ വൈവിധ്യമാണ്. ആ വൈവിധ്യങ്ങളെ ഏകോപിപ്പിക്കുന്നത് പോലെ തന്നെ രാഷ്ട്രീയമായി, സാമൂഹികമായി ഇന്ത്യയിലെ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള മുന്നേറ്റത്തിൽ ഒരുമിച്ച് പങ്കാളികളാകാൻ നമുക്ക് സാധിക്കണം. കേരളത്തിലുടനീളം പാർട്ടി സംഘടിപ്പിക്കുന്ന ജനകീയ പ്രതിരോധ സംഗമങ്ങളിലൂടെ ഈ ആശയങ്ങളാണ് ജനങ്ങളുമായി സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കലുഷിതമായ കേരള രാഷ്ട്രീയത്തിന്റെ ഈ സാഹചര്യത്തിൽ കലങ്ങിയ കുളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടി BJPയും RSSും ശ്രമിക്കുക. എത്ര കുളം കരിങ്ങിയാലും ഞങ്ങൾ അതിന് തെളിച്ചെടുക്കും. നിങ്ങൾക്ക് മീൻ പിടിക്കാൻ ഉള്ള വഴി ഒരുക്കുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ മുന്നോട്ട് പോക്കിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹിക സംഘടനകളുടെയും സഹകരണവും പിന്തുണയും ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ ശ്രവിച്ച മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ്.